ഗായ്സ് നമസ്കാരം. ഇന്നെന്താ സുഖല്ലേ? അപ്പോൾ വീണ്ടും മൂന്നാമത്തെ ദിവസം തുടങ്ങിയാണ് ആന്ധ്രാപ്രദേശിൽ. മറ്റേ ഇപ്പം അദോനി ടു അങ്ങനെ ഇടവില്ലേ അവിടെ ഉണ്ട്. അപ്പോൾ ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ അടിച്ചുകൊണ്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ 97 രൂപ. ഞാനിപ്പോൾ അടിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ആന്ധ്രയിലേക്ക് വരുന്ന സമയത്ത് പരമാവധി കർണാടകത്തിൽ നിന്ന് തന്നെ അടിക്കുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ അടിക്കുക. നമുക്കിത് ഓടി എന്തായാലും അടിച്ചേ പറ്റും. അപ്പോൾ എല്ലാം പറഞ്ഞോളാം. അപ്പോൾ വിശാഖപട്ടണത്തേക്കുള്ള യാത്രയാണ്. കുറച്ച് അധികം കിലോമീറ്ററുകളുണ്ട്. 1600 കിലോമീറ്റർ മേലെയുണ്ട്. പിന്നെ വൈകുന്നേരമത്തെ അവിടെ റീച്ച് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് കഥയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും 1000 നന്ദി. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ വിളിച്ച് പറയുന്ന എല്ലാവരോടും അതിലേറെ നന്ദി. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് റോഡിൻ്റെ കാഴ്ചകൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഓണാക്കിയത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. റമദാനായതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ വലിയ ടെൻഷനില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നോമ്പായതുകൊണ്ട് എൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെയില്ല. ആന്ധ്രാപ്രദേശിൽ ഭയങ്കര സ്നേഹമാണ് ആൾക്കാർക്ക്. കാരണം നമ്മളെല്ലാം നാട്ടിലൊരു ഒരു വയസ്സായ ഒരാളെ ബർത്ത്ഡേക്ക് ബോർഡ് വെക്കുക ഇല്ല. ഇവിടെ ചാറാവറ എല്ലായിടത്തും ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഷാൾട്ട ഫോട്ടോ ഉണ്ടോ, അതുപോലെ തന്നെ 2 പിള്ളേരെ പിള്ളേരെ ഫോട്ടോ ഉണ്ടോ, അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഫോട്ടോ ഉണ്ടോ. ഓരോരോ കീഴ്വഴക്കങ്ങളെ ഞങ്ങളെ കീഴ്വഴക്കങ്ങളെ തെറ്റിപ്പോയി. ഓക്കെ, ഇനി നോക്കട്ടെ. ഇനി ഇപ്പം കുളിച്ച് മാറ്റി ഒരു പമ്പ് കയറിയിട്ട് ഭാരതിൻ്റെ പമ്പ് കയറി അടിച്ച പമ്പ് കയറി കുളിച്ച് മാറ്റി വിടുന്ന. ഓക്കെ, ബൈ ബൈ, ഷീവ്. അപ്പോൾ യാത്രാ മധ്യയിലാണുള്ളത്. അപ്പോൾ ഒരു കിട്ടില്ല വ്യൂ, അതുപോലെ തന്നെ ഒരു സംഭവം കാണിച്ചു തരാനാണ് വണ്ടി നിർത്തിയത്. കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെച്ചാൽ ഇവിടത്തേക്കുള്ള യാത്രയിലാണ്. മറ്റേ വിശാഖപട്ടണത്തേക്കുള്ള യാത്രയില്ല. 1600 കിലോമീറ്റർ വിശാഖപട്ടണത്തേക്കുള്ള ഡേ 3 ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ പോകുന്നത്. ഓട്ടോറിക്ഷ, ബസ്. ഓക്കെ, ഞാൻ കൊണ്ടുവരാൻ വന്ന കാഴ്ച വെച്ചാൽ ഒന്നും നമ്മളെ വണ്ടിയുടെ നിർത്തിയിട്ടല്ലേ ഫുള്ള് അങ്ങോട്ടേക്ക് ഫുള്ള് മല വെച്ചാൽ കാണേണ്ട ഒരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ പരുത്തീൻ്റെ പാടം. മറ്റേ ഇതില്ല നമ്മളെ പരുത്തീൻ്റെ പാടം. ഇത് ഓൾമോസ്റ്റ് ഇതായി കഴിഞ്ഞു. അപ്പോൾ ഹാർവെസ്റ്റിങ് നടന്നതാന്ന് തോന്നുന്നു. കണ്ട, ഇത് പാറി വന്നതാണ്. കോട്ടൻ്റെ സ്ഥലമാണിത്, പാടം. അത് കാണിച്ചു തരാൻ വെച്ച്. പിന്നെ ഞാൻ ഇവിടെ അങ്ങനെ നിർത്തിയില്ല. ഇപ്പം കുറച്ച് സമയം നിർത്താൻ വെച്ചു. റെസ്റ്റ് എടുക്കണമല്ലോ. ശരിക്കും ദൂരെല്ലാം കണ്ട മല കാണുന്നുണ്ട്. അങ്ങനെയുള്ള വണ്ടി ഏകദേശം പകുതിയായി. ഇനി അത്രയേ ഉള്ളൂ. ഇനി ഒരു ഡെലിവറി ആയിട്ടുള്ളൂ. ഷവർണത്ത് ഒരു ഡെലിവറി, ഒഡീഷയിൽ ഒരു ഡെലിവറി. അത് സൈക്കിളിൽ ത്രിവളിൽ തീയും പോലെ വീട്ടിലുള്ള പായുന്ന. ഓക്കെ, പിന്നെ സീനാണ്. അപ്പം അടുത്ത എണ്ണടിയാണ് സംഭവം. ഡീസലുണ്ട്, എന്നാലും അടിക്കാന്ന് വെച്ച്. ഈ കാഴ്ച കണ്ടിട്ട് ഇവിടെ ഒന്നും നിർത്താണ്ടിരിക്കാനൊന്നും തോന്നുന്നില്ല. तीन हजार ಮೂಡಂದು 3000. हाँ, അടുത്ത ഫുൾ ടൈം 3000. हाँ, ओके ओके. बिल वाला नहीं चाहिए. हाँ, बिल नहीं है क्या वाला? बिल आया. हाँ. इधर से गाड़ी होता रहता है. मुश्किल नहीं है, डालो. बिल नहीं चाहिए. नहीं. इसमें कैश है फोन पे ना? कैश 0 पे. हाँ, 3000. ये वीडियो का वहाँ है यूट्यूब. हाँ? यूट्यूब. यूट्यूब. हाँ. ए वे नहीं पकड़ रहा है. करता यूट्यूब लो. ഇതോ പറഞ്ഞിട്ടുണ്ട്. देखो हम ऐसे वीडियो बनाने देखो. ഓ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സ്ഥലമുള്ളത്. ചങ്ങായിൻ്റെ ഫുള്ളിലുള്ള. ഓക്കെയാ, ഫുൾ സോളായിട്ടുള്ളത്.
आराम से आराम से आराम से। बस बस होगी। 2500 ഓക്കെ. ആ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുകയില കൃഷിയാണ്. പിന്നെ സൂര്യകാന്തിൻ്റെ ഉണ്ട്. ആന്ധ്രേൻ്റെ ഉള്ളോട്ട് എവിടെയാണ്. ഓക്കെ, ഒരു പക്ക ഒരു ഗ്രാമം, ചെറിയൊരു ഗ്രാമം. അതിൻ്റെ ഉള്ളിലായിട്ട് നിർത്താൻ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഒന്നാമത് ഇവിടെ ആയിരിക്കും ഹിന്ദി അറിയുന്നുണ്ടാവില്ല. ഞാൻ ഇപ്പോൾ കണ്ടെടുത്തോളം എവിടെയും ഹിന്ദി അറിയുന്നില്ല. പിന്നെ ഒന്നാമത് സമയമില്ല, അതിനെ കൊണ്ടാണ്. ഓക്കെ, പക്ക ഒരു ഗ്രാമം. നോക്കിയാൽ മക്കളൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി, കുറേ സന്തോഷങ്ങൾ തരുന്നൊരു ഗ്രാമം. ഇത്ര പറയാൻ പറ്റും. തനയുണ്ട്. ലൈറ്റെല്ലാം അടിച്ചിട്ട് വരുന്ന ഫോട്ടോകൾ തന്നെ. അതെന്നാമോ സാധനം പുകയിൽ തന്നെ ആയിരിക്കും. തേന ഒരു വകയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓ, മാപ്പിട്ട് പരിപാടി ഇല്ലാന്ന്. ഇതിൻ്റെ നടുക്ക് കുളിക്കേണ്ട സ്ഥലമുണ്ട്. പക്ഷേ അത് കണ്ടേരാ മനുഷ്യന്മാർ കയറൂല. അങ്ങനത്തെ നോക്കിയേ പാടങ്ങളാണ് മൊത്തം. ഔ, ഇതെല്ലാം കാണണടോ, ഇതെല്ലാം കാണണം. പെറുക്കിരുന്നാൽ പോരാ, കാണണം. ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇറങ്ങാൻ പറ്റിയ ഒരു നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ടൈപ്പിലൊരു മുഖങ്ങളൊന്നും കണ്ടുമുട്ടുന്നില്ല. അങ്ങനെ കണ്ടുമുട്ടുന്നെങ്കിൽ ഞാൻ ഇറങ്ങുമായിരിക്കും. ഇത് ചോളം. ഓ, ഇവിടെ എന്തോ പരിപാടിയാണ്. ഇവിടെ ഇത് കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നത് ലേലത്തിന് വെച്ചാൽ എല്ലാം കൂടി. കിടിലും പരിപാടി. മൊത്തം ട്രാക്ടറെല്ലാം നേരത്തെ വെച്ചിട്ട് ഇവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ചോളത്തിൻ്റെ മറ്റേ സാധനമെല്ലാം കെട്ടി വെച്ചിട്ട് ഒരു കാട് ഇളകി വരുന്നവരൊരു സാധനം വരുന്നുണ്ടോ. ഇവിടുത്തെ പിക്കപ്പാ. സൈഡ് തരൂല പന്നി. തന്നാ ഭാഗ്യം. തന്നിന് പിക്കപ്പാ അത്. കുറച്ച് അടുത്തോട്ടേക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണക്കാനിട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് നോക്കിയിട്ടില്ല വരെ. ഇല്ലല്ല, പഞ്ഞി 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 ഞാൻ നേരത്തെ കാണിച്ചതല്ലേ, സെയിം സാധനം. അത് പഞ്ഞീൻ്റെ. ഇവരിങ്ങനെ ഒരു ഇഞ്ച് സ്ഥലം വെറുതെ വിടൂല കേട്ടാ. ഒന്നും രണ്ടാമത്തേന് കളിച്ചിട്ട് കുഴിച്ചിട്ടേക്കും. എനിക്ക് വെള്ളം ഒഴിക്കും. എന്തെങ്കിലും അതിനെ കൊണ്ട് പൈസയാക്കും. അത്രയാണ് ഭംഗിയാ സംഭവം. കാർന്ന് തിന്നതാണെങ്കിലും കാണാനൊരു രസമുണ്ട്. ഒരു മലേനെ അങ്ങനെ കാർന്ന് നിന്നിട്ടുണ്ട്. മറ്റേ ഇതെല്ലാം ആപ്പിളിൽ നിന്ന പോലെ കാർന്ന് നിന്നതാണെങ്കിലും ദൂരത്ത് കാണാൻ ഒരു രസം തന്നെ. ഒരു വല്ലാത്ത ഫ്രെയിമാട്ട് ഇതെല്ലാം. ഓ, ഇതെല്ലാം കാണാൻ പറ്റുന്നു വിചാരിച്ചിനെ കണ്ടില്ലേ. പക്ഷെ അതിൻ്റെ മുകളിൽ പോകണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സമയമില്ല. ഓ, റോഡ് വളരെ മനോഹരമായ റോഡാണ്. വളരെ വെച്ചാൽ അതിൽ കിട്ടും സാധനം. പക്ഷെ എന്നാൽ കയറി കാണാൻ കഴിയില്ല. നമുക്ക് സ്ട്രെയിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ഞ റോഡാണ്. ഇനി നമുക്ക് കുറച്ച് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഓവർനൈറ്റ് ഓടണം, എന്നാലേ വിചാരിച്ച സ്ഥലത്ത് എത്തൂല. ഓക്കെ, ഓൾമോസ്റ്റ് 2000 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടായി ഞാൻ ഓടാൻ തുടങ്ങിയത്. ഇത് റോഡ് ഞാൻ കണ്ടത് പിന്നെ ഒമാനിലാണ്. അതായത് ഒമാനിൽ കണ്ടിട്ടുണ്ട്, സൗദി ദുബായിലും എല്ലാം ഇതേപോലത്തെ റോഡ് കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലേക്ക് പോകുന്ന വഴിയില്ലേ, ആടിയും നേരത്തെ വില്ലേജിൽ നിന്നായിരുന്നു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കേണ്ടത്. പക്ഷേ ഇല്ലേന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കാനുള്ള പേടിയാണ്. എന്തോ ഹൗസിങ് കോളനിയിൽ എന്തോ പരിപാടി നിന്നിട്ടുണ്ടെന്ന് തോന്നട്ടോ. ഫ്ലാറ്റിൻ്റെ എന്തോ സിസ്റ്റം ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും തോന്നുന്നു. എന്തെങ്കിലും ആയിരിക്കും. ജനസാന്ദ്രത വളരെ കുറവാണ് കേട്ടോ. പക്ഷേങ്കിൽ വ്യൂസ് ഒരു രക്ഷയില്ല. രക്ഷയില്ല അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങക്ക് ബോറടിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ ഈ വണ്ടി ഓടുന്ന മാത്രം കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും കാണിക്കാണ്ട് പോകാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ്. അങ്ങനത്തെ റോഡുകളാണ് മൊത്തം. ഔ, നല്ല ഗ്രാനൈറ്റിൻ്റെ പീസ്. ആന്ധ്ര കടപ്പ. പിന്നെ ഗ്രാനൈറ്റിൻ്റെ എല്ലാം നാടാണല്ലോ. നല്ല നോക്കിയേ, നല്ലൊരു വില സംഭവം തന്നെയല്ലേ. നമ്മൾ പൊട്ടച്ച പൊട്ടിച്ചെടുക്കുന്ന കൊണ്ടുപോകാൻ നമ്മളെ നാട്ടിൽ നിന്ന് ചെങ്കല്ല് കത്തുന്ന പോലെ ഒരു ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോയി.
കരിങ്കല്ല്, ഗ്രാനൈറ്റിൻ്റെ കല്ല്. അത് അതിനെ കൊണ്ടാണ് ഒരു വീടുണ്ടാക്കല് അല്ലേ. അപ്പോൾ ഗൈസ് എന്തൊക്കെയാ സുഖമല്ലേ. അപ്പോൾ ഡേ 3 ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ നമ്മളെ വിശാഖപട്ടണം ഓൾമോസ്റ്റ് എത്തി. ഒരു 100 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പിന്നെ നൈറ്റ് അധികം ഡ്രൈവ് ചെയ്യുന്നില്ല, നല്ല ക്ഷീണമുണ്ട്, നാളെയും പഠിക്കേണ്ടതുകൊണ്ട് സൈഡാവുന്നു. അപ്പം ഇവിടെ ഒരു ബയ്യയുടെ ഷോപ്പിലെത്തിയിട്ടില്ല. ഇവിടെ എല്ലായിടത്തും ഉറങ്ങാൻ ഇങ്ങനെ ഒരു കട്ടിലുണ്ടാവും. അപ്പോൾ ഇതാന്ന് ബയ്യ. അപ്പോൾ വല്ലാത്തൊരു സ്ഥലമാണ്. കുറച്ചും കൂടെ കിടന്നുറങ്ങിയിട്ട് പിന്നെ കാണാം. ഇതാ ബയ്യാൻ്റെ അടുക്കുന്ന ചായയൊക്കെ കുടിച്ച് നോമ്പൊക്കെ കുറിച്ച് പല പരിപാടിയാണ്. സംഭവം ഞാൻ ഈ വീഡിയോ നേരത്തെ നിർത്താന്ന് വെച്ചാണ്. പക്ഷെ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായിരിക്കും. കാരണം ഞാനിപ്പോൾ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എവിടെ ഇല്ലേ നമുക്കറിയില്ല. കാട്ടിൻ്റെ ഉള്ളിലാണ് ഇല്ലേ മറ്റേ ഇടത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ എന്നാപ്പാ ആ സ്ഥലത്തിൻ്റെ പേരെന്നാ വിശാഖപട്ടണത്തേക്ക് പോകുന്നതിൻ്റെ വഴിക്ക്. ആ കാടിൻ്റെ പേര് ഞാൻ പയ്യാൻ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. കമൻ്റ് സോറി ഇത് ചെയ്യാം. ഗ്ലാസ് കുറച്ച് ക്ലീൻ കുറവാണ്, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ട ശരിയായി ഇറങ്ങി. ഈ വണ്ടി ഇല്ലോണ്ട് വാങ്ങിയോ, വണ്ടി ഇല്ലെങ്കിൽ പെട്ടേനെ. വണ്ടികൾ ഉണ്ടാവും തോന്നുന്നു. എത്ര മണിക്കൂർ കാട്ടിട്ട് ഓടണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചെറിയ റോഡ്, ശരിയായ കാട്. നമ്മളെ എന്താ പറയുക, കേരളത്തിലെ പോലെ നിബിഡമായ ഒരു കാടല്ല, എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന തരത്തിലുള്ളൊരു കാട് തന്നെയാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓഹ് എന്ത് രസം മോനെ, എന്തൊരു രസം. ഇതാണ് വേറൊരു കാഴ്ച. പശുവിനെയും കൊണ്ട് പോകുന്നത് രാത്രിയില്ല, ഉറപ്പില്ല, ഊണുമില്ല. കുറേ ചില്ലറ പൈസയെല്ലാം ഉണ്ടെങ്കിൽ നല്ല ഇറങ്ങന്നെ. തട്ടിയില്ല കയ്യില്ല വരും.